കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കരുത്, അനധികൃത കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്നുള്ളതായിരുന്നു. അതായിരുന്നു UDF നിലപാട്. ഈ വിഷയം നിയമസഭയിൽ വന്നിട്ടുണ്ട് ഷിജു. അന്ന് നിങ്ങളുടെ പ്രതിപക്ഷ കക്ഷി UDF നിയമസഭയിൽ പറഞ്ഞത് കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കരുത്, അനധികൃത കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്നുള്ളതായിരുന്നു. അതായിരുന്നു UDF നിലപാട്. ആദ്യ ആ സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചത് ഞാനാണ്. അത് ഞങ്ങളുടെ ഉറച്ച നിലപാട്, അത് വഖഫ് ഭൂമിയല്ല. ഈ ഭൂമി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ താമസിക്കുന്ന ആളുകളാണ്. അവിടെ ആളുകൾ താമസിക്കുമ്പോൾ അത് വഖഫാക്കാൻ പറ്റില്ല. കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കരുത്, അനധികൃത കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്നുള്ളതായിരുന്നു. അതായിരുന്നു UDF നിലപാട്. ഇവിടെ ആക്കിയതായിട്ട് 3-ാം തീയതിയാണ്, ഈ മാസം തന്നെ 3-ാം തീയതി പ്രഖ്യാപിച്ചിട്ട് അയാള് ഇവിടെ വന്നിട്ടും നിങ്ങളുടെ ഭൂമി ആരും കൊണ്ടുപോകില്ല, 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങിത് മേടിച്ചു തരാം, അപ്പൊ ഇവിടുന്ന് പിണറായി പോവും, അങ്ങനെയൊക്കെയാണ് അയാൾ പറഞ്ഞത്. എന്നിട്ട് ഇവരുടെ MP-മാരൊക്കെ തന്നെ ചെന്ന് അവിടെ ചെന്ന് MLA MP ഒക്കെ കൂടി ചെന്ന് അവിടെ നിന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഗവൺമെന്റ് രാഷ്ട്രീയമായ മുതലെടുപ്പിനും വർഗീയമായ മുതലെടുപ്പിനും എതിരാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇത് ഇപ്പോ ഈ വഖഫ് ബോർഡും ഈ മന്ത്രിയും ഈ ഗവൺമെന്റിനാണ് കുഴപ്പം, വേറെ ആർക്കും കുഴപ്പമില്ല, തർക്കങ്ങളില്ല. അപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ജനാബ് സയ്യിദ് റഷീദ് അലി PM അദ്ദേഹം ചെയർമാനായിരിക്കുന്ന ബോർഡാണ് എല്ലാ വശവും പരിശോധിച്ചിട്ട് ഇത് വഖഫിന്റേതാണ് എന്ന് സ്ഥാപിച്ച് നടപടികളിലേക്ക് എത്തിയത്.